കശ്മീരിലെ തുലിപ് തോട്ടത്തിലേക്കാണ് എൻ്റെ യാത്ര. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. കശ്മീരിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് തോട്ടം. 2007 ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ഈ തുലിപ് തോട്ടം ശ്രീനഗറിൽ നിർമ്മിച്ചത്. തുടക്കത്തിൽ 50,000 തുലിപ് ചെടികളുണ്ടായിരുന്നു. സന്ദർശകർ കൂടിയതോടെ തോട്ടം വിപുലമാക്കി. കഴിഞ്ഞ വർഷം 3.65 ലക്ഷം പേരാണ് തുലിപ്പിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇവിടേക്കെത്തിയത്. ധാൽ തടാകത്തിന് സമീപമാണ് ഈ മനോഹരമായ പൂന്തോട്ടം. പല നിറങ്ങളിലുള്ള 73 തരം തുലിപ്പുകൾ ഇവിടെ കാണാം. 55 ഹെക്ടറിലായി 17 ലക്ഷം ചെടികളാണ് ഇത്തവണ നട്ടത്. ഒരു സീസണിലും സഞ്ചാരികളെ നിരാശരാക്കാത്ത അത്ഭുത പറുദീസയാണ് കാശ്മീർ. ഏത് സമയങ്ങളിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഹൃദയം കൊള്ളിരിക്കുന്ന കാഴ്ചകൾ കാശ്മീർ കാത്തുവെക്കും. അതിമനോഹരമായ ഒരു മഞ്ഞുകാലത്തിനു ശേഷം വസന്തകാലത്ത് സഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് താഴ്വാരം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് തുലിപ് ഫെസ്റ്റിവൽ കാണാനായി എത്തുക. കശ്മീരിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന നിരവധി കലാപരിപാടികളും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറും. കാശ്മീരിൻ്റെ രുചി വൈവിധ്യങ്ങൾ അറിയാനുള്ള ഭക്ഷണശാലകളൊക്കെ ഇവിടെയുണ്ട്. തുലിപ്പൂക്കൾ അധികകാലം വാടാതെ നിൽക്കാറില്ല. പൂക്കളുള്ള സമയത്ത് മാത്രമേ ഗാർഡനിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കാറുള്ളൂ. ഏപ്രിൽ അവസാനത്തോടെ ഗാർഡൻ അടയ്ക്കും. തുറക്കുന്ന സമയത്ത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പ്രവേശനം അനുവദിക്കുക. മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് ടിക്കറ്റ് ഫീസ്. പ്രശസ്തമായ സബർവാൻ കുന്നുകളുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഉദ്യാനം 6 ടെറസുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ വളരെ മനോഹരമാണ്. എല്ലാ വർഷവും വസന്തകാലത്തിൻ്റെ തുടക്കത്തോടെയാണ് കാശ്മീരിൽ തുലിപ് സീസൺ ആരംഭിക്കുന്നത്. മാർച്ച് 3-ാം വാരത്തോടെ തുലിപ് ഗാർഡനുകളിലെ തുലിപ്പുകളും മറ്റു പൂക്കളും പൂർണ്ണമായി വിരിഞ്ഞു നിൽക്കുകയും ഏപ്രിൽ അവസാന ആഴ്ച വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഏകദേശം 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കാലയളവ് കാശ്മീരിൽ തുലിപ് ഉത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കാലയളവിൽ ഏകദേശം 72 ഏക്കർ സ്ഥലത്ത് 70 ലക്ഷത്തിലധികം പൂക്കൾ വിരിഞ്ഞു നിൽക്കും. അതിനിടയിൽ പൂമെത്തകളുണ്ടാവും, ജലധാരകളുണ്ടാവും, നടപ്പാതകൾ എന്നിവയൊക്കെ ഉണ്ടാവും. തുലിപ് പൂക്കൾ കൂടാതെ ഡാഫോഡിൽസ്, ഹയാസിൻസ്, റാനുൻകുലസ് തുടങ്ങി മനോഹരവും വൈവിധ്യപൂർണവുമായ നിരവധി പൂക്കളും തുലിപ് ഗാർഡനിലുണ്ട്. ബദാം മരങ്ങൾ, ആപ്രിക്കോട്ട് മരങ്ങൾ തുടങ്ങി ഈ ഘട്ടത്തിൽ പൂക്കുന്ന മറ്റു മരങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു. ഞാനിവിടെ നിന്നും മടങ്ങുകയാണ്. വീണ്ടും കൂടുതൽ കാശ്മീർ കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.